Hi all. Today we will start with the runtime environment. We know that the runtime is actually the program in execution. ഒരു പ്രോഗ്രാം എക്സിക്യൂഷനിൽ ഇരിക്കുന്നതിനെയാണ് നമ്മൾ റൺ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റൺ ടൈം എൻവയോൺമെൻറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ റൺ ടൈം എൻവയോൺമെൻറ്റ് ഈസ് ആക്ച്വലി ദ സ്റ്റേറ്റ് ഓഫ് ദ ടാർഗറ്റ് മെഷീൻ. ടാർഗറ്റ് മെഷീനിൻ്റെ സ്റ്റേറ്റിന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതിനാണ് റൺ ടൈം എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയണം. അതിൽ പെടുന്നതാണ് സോഫ്റ്റ്വെയർ ലൈബ്രറീസും എൻവയോൺമെൻറ്റ് വേരിയബിൾസ്. ഇത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടാർഗറ്റ് മെഷീൻ്റെ സ്റ്റേറ്റിനെ പറ്റി പറയുന്നതിനെയാണ് റൺ ടൈം എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് software libraries, environment variables, etc. will provide services to the processes running in the system. Processes റൺ ചെയ്യുന്നതിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനെല്ലാം കൂടെ നമ്മൾ പറയുന്നതാണ് റൺ ടൈം എൻവയോൺമെൻറ്റ്. ഇനി റൺ ടൈം സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി a communication between the process and the runtime environment. അപ്പോൾ ഈ റൺ ടൈം എൻവയോൺമെൻറ്റിനെയും പ്രോസസ്സിനെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റൺ ടൈം സപ്പോർട്ട് സിസ്റ്റം. ദെൻ ബിഫോർ studying the further steps in the compilation process, we actually need to understand about what actions are needed at the runtime to compile and run a program. For this, we need to know about the source language issues, storage organization, source language issues and storage organization. ഇനി സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊസീജിയേഴ്സിനെ പറ്റി പറയണം, ആക്ടിവേഷൻ ട്രീസിനെ പറ്റി പറയണം, കൺട്രോൾ സ്റ്റാക്കിനെ പറ്റി പറയണം, ഡിക്ലറേഷൻ സ്കോപ്പ് ഓഫ് ദ ഡിക്ലറേഷനെ പറ്റി പറയണം, ബൈൻഡിങ് ഓഫ് നെയിംസിനെ പറ്റി പറയണം. വിൽ സീ എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. നൗ ദ പ്രൊസീജിയേഴ്സ്. പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഈസ് ഹാവിങ് എ ഡെഫിനിറ്റ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് പോയിൻറ്റ്. നമ്മൾ പ്രോഗ്രാംസിലെല്ലാം എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പറയാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ദർ ഷുഡ് ബി എ പ്രൊസീജിയർ നെയിം ആൻഡ് ദർ ഷുഡ് ബി എ പ്രൊസീജിയർ body. When the procedure is called by its name, the body will be executed. Then the procedure will have two types of parameters, formal parameters and actual parameters. അതിൻ്റെ ശരിക്കും എന്താണ് മീനിങ് എന്നുള്ളത് നമ്മളൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഹിയർ വി ക്യാൻ സീ ദാറ്റ് ഇൻ ദിസ് എക്സാമ്പിൾ this is a procedure and here the procedure is having the procedure name and this is the procedure body. അപ്പോൾ ഇവിടെ this is actually the main function. ഇത് മെയിൻ ഫങ്ഷനാണ്. അപ്പോൾ മെയിൻ ഫങ്ഷനിൽ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. a is equal to 10, b is equal to 20 and c is the sum which is calling a and b and it is printing out the result c finally. അപ്പോൾ ഇവിടെ നമ്മൾ സം എന്ന് പറയുന്ന ഒരു ഫങ്ഷനെ വിളിക്കുമ്പോൾ വി ആർ പാസിങ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. എക്ക് 10 എന്ന് പറയുന്ന വാല്യൂവും ബിക്ക് 20 എന്ന് പറയുന്ന വാല്യൂവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ എയുടെയും ബിയുടെയും വാല്യൂ സമ്മ് വിളിക്കുമ്പോൾ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. സോ ദ കൺട്രോൾ വിൽ ഗെറ്റ് ട്രാൻസ്ഫേർഡ് ടു ദ സം ആൻഡ് ദ എ വിൽ pass the value to p, b will pass the value to q and actually in a 10 is there, in b 20 is there. അപ്പോൾ പിയിലേക്ക് 10 എടുത്തു വയ്ക്കും, ക്യൂവിലേക്ക് 20 എടുത്തു വയ്ക്കും, എന്നിട്ട് പിൻ്റെയും ക്യൂവിൻ്റെയും സമ്മ് കണ്ടുപിടിക്കും, അത് റിട്ടേൺ ചെയ്യും.
that is actually received in C and it will print the value of C. അപ്പോൾ ഇവിടെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ് പാസ് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ്റെ കോളിൻ്റെ അവിടെയാണ്. അതായത് ഫംഗ്ഷൻ എവിടെയാണോ നമ്മൾ വിളിക്കുന്നത് അവിടെ നമ്മൾ രണ്ട് വേരിയബിൾസിനെ പാസ് ചെയ്ത് കൊടുക്കും. അവിടെ നമ്മൾ എന്താണോ പാസ് ചെയ്ത് കൊടുക്കുന്നത് അതിന് പറയുന്ന പേരാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഇനി ഈ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ശരിക്കും നമ്മൾ സമ്മിൻ്റെ ഡെഫിനിഷൻ എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പാസ് ചെയ്യും. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ ആക്ച്വൽ പാരാമീറ്റേഴ്സിലുള്ള വാല്യൂ വിൽ ഗെറ്റ് ട്രാൻസ്ഫേർഡ് ടു ദ ഫോർമൽ പാരാമീറ്റേഴ്സ്. അതാണ് ഇവിടെ പറയുന്നത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് പാരാമീറ്റേഴ്സ്. ഫോർമൽ പാരാമീറ്റേഴ്സ് വിച്ച് ഈസ് സീൻ ഇൻ ദ ഡെഫിനിഷൻ or it is also called as dummy arguments. Then the other type of parameter is the actual parameter and it is actually substituted for the formal parameters. Next is the activation tree. Activation tree എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ടിവേഷൻ ട്രീ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഡെപ്പിക്റ്റിംഗ് ദ വേ ഇൻ വിച്ച് ദ കൺട്രോൾ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് ദി ആക്ടിവേഷൻ. അപ്പോൾ ഇവിടെ ഒരു ട്രീ വരച്ച് കാണിച്ചിട്ടുണ്ട്. എസ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിൽ ഒരു നോഡിൽ നിന്നും നമ്മൾ ആർ എന്ന് പറയുന്ന ഒരു നോഡിനെ വിളിച്ചു. അപ്പോൾ ആക്ടിവേഷൻ ട്രീ കാണിക്കുന്നത് എസിൽ നിന്നും കൺട്രോള് ആറിലേക്ക് പോയി. This figure is showing that after R has been executed, the control is returned back to S. Then S will call another function Q passing the values R, 1 and 9. Then from this figure is showing S has activated R. After completion of R, the control is returned back to S. Then S is calling Q which is passing the value 1 and 9. And then the Q is then transferring the control, or the Q is then from Q the control is transferred to P, or P is getting activated with the values 1 and 9. Okay, അപ്പോൾ ഇവിടെ ആക്ടിവേഷൻ ട്രീ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ടിവേഷൻ ട്രീ ഈസ് ഷോയിങ് ഹൗ ദ കൺട്രോൾ ഈസ് ബീയിങ് എക്സിക്യൂട്ടഡ് ബിറ്റ്വീൻ വേരിയസ് ആക്ടിവേഷൻസ്. ഇനി എന്താണ് ലൈഫ് ടൈം ഓഫ് എ പ്രൊസീജിയർ എന്ന് പറയുന്നത്? ഒരു പ്രൊസീജിയറിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് നമ്മൾ അതിനെ വിളിക്കുന്നിടം തൊട്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തുടങ്ങി ലാസ്റ്റ് സ്റ്റെപ്പ് വരെ അതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നതിനെയാണ് ലൈഫ് ടൈം ഓഫ് എ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഈ ആക്ടിവേഷൻ ട്രീയിൽ ഇറ്റ് ഈസ് ആക്ച്വലി ടേക്കിംഗ് ഔട്ട് ദി ഡെപ്ത് ഫസ്റ്റ് ഓർ ഡൂയിങ് ദ ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രീൻ്റെ നോഡിൽ സ്റ്റാർട്ട് ചെയ്തു, ആ നോഡിനെ എക്സിക്യൂട്ട് ചെയ്തു ബിഫോർ ദ ചിൽഡ്രൻ ആൻഡ് ദെൻ ഇറ്റ് വിസിറ്റ്സ് ദ ചിൽഡ്രൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡർ ആൻഡ് ഇറ്റ് ഈസ് ഡൺ റിക്കേഴ്സീവ്ലി. അപ്പോൾ ഇതാണ് ആക്ടിവേഷൻ ട്രീ വിച്ച് ഈസ് അനദർ സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂ. നെക്സ്റ്റ് ഈസ് ദ കൺട്രോൾ സ്റ്റാക്ക്. കൺട്രോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം കീപ്പ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് സ്ട്രക്ചറാണ് കൺട്രോൾ സ്റ്റാക്ക്. അപ്പോൾ ഈ കൺട്രോൾ സ്റ്റാക്കിൻ്റെ കീ ഐഡിയ എന്ന് പറയുന്നത് ദ നോഡ്സിനെ വിച്ച് ഈസ് പുഷ്ഡ് ഓൺ ടു ദ കൺട്രോൾ സ്റ്റാക്ക് വെൻ ദ പ്രൊസീജിയേഴ്സ് ആർ ആക്ടിവേറ്റഡ് ആൻഡ് ദീസ് നോഡ്സ് ആർ പോപ്ഡ് ഔട്ട് വെൻ ദി ആക്ടിവേഷൻ എൻഡ്. ആക്ടിവേഷൻ എൻഡ് ചെയ്യുമ്പോൾ നോഡിനെ പുറത്തേക്ക് പോപ്പ് ചെയ്യും. ആക്ടിവേഷൻ തുടങ്ങുമ്പോൾ നോഡിനെ സ്റ്റാക്കിലേക്ക് എടുത്തു വയ്ക്കും. അപ്പോൾ ഒരു ആക്ടിവേഷൻ ട്രീ വെച്ച് തന്നെ നമ്മൾ പറയുവാണെങ്കിൽ എസിൽ നിന്നും ആറിലേക്ക് കൺട്രോൾ വന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ആറിനെ എടുത്തു വെച്ചു, പിന്നെ എസിനെയും ആറിനെയും നമ്മൾ സ്റ്റാക്കിലേക്ക് എടുത്തു വെച്ചു. ഇനി ദിസ് ആക്ടിവേഷൻ ട്രീയിൽ എസും ആറും പോയിട്ട് എസും ക്യൂവും ആയിരിക്കും ഇരിക്കുക. ബിക്കോസ് ആർ ഹാസ് കംപ്ലീറ്റഡ് ദി എക്സിക്യൂഷൻ. ആൻഡ് ദെൻ in this tree you can see that S, Q and P are put inside the stack where R is popped out
earlier because it has completed the execution. അപ്പോൾ ഇപ്പോൾ കറണ്ട് ആയിട്ട് ആക്ടിവേഷനിൽ ഇരിക്കുന്ന നോഡുകളെ എല്ലാം കൺട്രോൾ സ്റ്റാക്കിലേക്ക് എടുത്തു വയ്ക്കും. നെക്സ്റ്റ് ഇസ് സ്കോപ്പ് ഓഫ് എ ഡിക്ലറേഷൻ. ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്കോപ്പ് എവിടം വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് കാണിക്കുന്നതാണ് സ്കോപ്പ് ഓഫ് എ ഡിക്ലറേഷൻ. ദെൻ it determines which declaration of a name applies when the name appears in the text of a program. അതാണ് സ്കോപ്പ് റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട്, ഡിഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ സമ്മിനകത്ത് ഇൻറ്റ് പി ആൻഡ് ക്യൂ ഇസ് ദെയർ ആൻഡ് ഇൻ ഡിഫ് ഓൾസോ ദർ ആർ 2 വേരിയബിൾസ് പി ആൻഡ് ക്യൂ. അപ്പോൾ ഇവിടെ സ്കോപ്പ് ഓഫ് ദ ഡിക്ലറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പിയും ക്യൂവും സമ്മിൻ്റെ ഉള്ളിൽ സമ്മിൻ്റേതായിട്ടുള്ള വേരിയബിൾസ് ആയിട്ട് മാത്രം ആക്ട് ചെയ്യും. ആർ ഇസ് ഓൾസോ ദെയർ, ഇറ്റ് വിൽ ഓൾസോ ആക്ട് ആസ് ദി പാർട്ട് ഓഫ് സം വെൻ സം ഇസ് ബീങ് എക്സിക്യൂട്ടഡ്. സോ പി ക്യൂ ആൻഡ് ആർ, when sum is called, the scope is inside this function. When diff is called, int p and q will be acting as the variables for the diff. ഡിഫിനകത്തുള്ള വേരിയബിൾസ് ആയിട്ട് മാത്രം അത് ആക്ട് ചെയ്യും. അപ്പോൾ പിൻ്റെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും സ്കോപ്പ് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രം ആയിട്ട് ഒതുങ്ങും. അപ്പോൾ പിയും ക്യൂവും ആറും when it is under the sum, the scope is here only in this function, and when diff is called, the scope is here in this function. That is the scope of the declaration. Next is binding of names. ബൈൻഡിങ് ഓഫ് നെയിംസ് എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് യു ആർ ഹാവിങ് എ നെയിം. ഈ നെയിമിനെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ നെയിമിനെ ഒരു സ്റ്റോറേജുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് വയ്ക്കും. ഈ അസോസിയേഷനെയാണ് ബൈൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റോറേജ് എന്ത് ചെയ്യും, അതിനെ ഒരു വാല്യൂമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇവിടെ യു ക്യാൻ സീ ദാറ്റ് the name is associated with the storage, or X is associated with the storage S, and storage is associated with the value A. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നോക്കേണ്ടത് എൻവയോൺമെൻറ്റും സ്റ്റേറ്റുമാണ്. എൻവയോൺമെൻറ്റ് ഈസ് ആക്ച്വലി ദ നെയിം അസോസിയേഷൻ വിത്ത് ദ സ്റ്റോറേജ് or the binding of the name with the storage. The state is actually the storage is associated with the value. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് പറഞ്ഞാൽ, എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നതും സ്റ്റേറ്റ് എന്ന് പറയുന്നതും ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഒരു അസൈൻമെൻറ്റ് നമ്മൾ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ ഇറ്റ് വിൽ ആക്ച്വലി ചേഞ്ച് ദ സ്റ്റേറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ എയിനെ നമ്മളൊരു 200 ആയിട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഈ എയുടെ സ്റ്റേറ്റ് ഇപ്പോൾ എന്തായിട്ട് മാറി, എയുടെ സ്റ്റേറ്റ് ഇസ് ചേഞ്ച്ഡ് ടു 200, but the name association with the storage or its environment is not changed. അതാണ് ഡിഫറൻസ്. നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും എൻവയോൺമെൻറ്റും സ്റ്റേറ്റും ഒരേപോലെയാണെന്ന്. കാരണം നമ്മളൊരു നെയിമിനെ നമ്മളൊരു സ്റ്റോറേജിലേക്ക് അസോസിയേറ്റ് ചെയ്തു, ആ സ്റ്റോറേജിനെ നമ്മളൊരു വാല്യൂമായിട്ട് അസോസിയേറ്റ് ചെയ്തു വെച്ചു. അപ്പോൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ നെവർ ചേഞ്ച്, ബട്ട് ദ സ്റ്റേറ്റ് വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ വാല്യൂസ് അസൈൻഡ് ടു ദാറ്റ് പർട്ടിക്കുലർ വേരിയബിൾ. So now we have completed the source language issues, procedures, activation trees, control stack, scope of a declaration, and binding of names. Now we move on to the storage organization. Storage organization says how the memory is organized into different information during compilation and execution of the program. ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മെമ്മറീനെ എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യാം എന്നാണ് ഇനി പറയുന്നത്. ഹിയർ വി ക്യാൻ സ്റ്റഡി ദ സബ് ഡിവിഷൻ ഓഫ് റൺ ടൈം മെമ്മറി, ദെൻ ആക്ടിവേഷൻ റെക്കോർഡ്സ്, ദെൻ കമ്പൈൽ ടൈം, ലേ ഔട്ട് ഓഫ് ദി ലോക്കൽ ഡേറ്റ. സബ് ഡിവിഷൻ ഓഫ് ദി റൺ ടൈം മെമ്മറിയിൽ നമ്മളൊരു സ്റ്റോറേജ് നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുക്കുകയാണ് ഒരു കമ്പൈലർ റൺ ചെയ്യുന്ന സമയത്ത്. അതിനെ നമ്മൾ എന്താക്കി മാറ്റും എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറേജിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ടാർഗറ്റ് കോഡ്, ഡേറ്റ ഒബ്ജക്ട്സ് ആൻഡ് കൺട്രോൾ സ്റ്റാക്ക്. ടാർഗറ്റ് കോഡ്,
data object and control stack. Then ടാർഗറ്റ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ കോഡ് തന്നെയാണ്. ഡേറ്റ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വാല്യൂസ് ഹോൾഡ് ചെയ്യുന്നതിനെയാണ് ഡേറ്റ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി കൺട്രോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ആക്ടിവേഷൻ റെക്കോർഡ്സിനെ കീപ്പ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് ആണ് കൺട്രോൾ സ്റ്റാക്ക്. അതായത് ആക്ടിവേഷൻ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ദ പ്രൊസീജിയർ ഹൂസ് എക്സിക്യൂഷൻ ഹാസ് നോട്ട് കംപ്ലീറ്റഡ്. അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവാത്ത പ്രൊസീജിയേഴ്സിനെയാണ് ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. അവരുടെ ഇൻഫർമേഷൻ നമുക്ക് കൺട്രോൾ സ്റ്റാക്കിലേക്ക് എടുത്തു വയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ, ഒരു സ്റ്റോറേജ് ബ്ലോക്കിനെ എടുത്തു വച്ചേക്കുവാണ്. അതിനകത്ത് ഇവിടെ നമുക്ക് ടാർഗറ്റ് കോഡുണ്ട്, ഡേറ്റ ഒബ്ജക്റ്റ് ഉണ്ട്, അതായത് സ്റ്റാറ്റിക് ഡേറ്റയാണ്. പിന്നെ നമുക്കൊരു സ്റ്റാക്കും ഹീപ്പും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇൻക്രീസിങ് മെമ്മറി അഡ്രസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ലോവസ്റ്റ് മെമ്മറിയിൽ നമ്മൾ കോഡ് എടുത്ത് വയ്ക്കും, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്റ്റാക്കിനെ എടുത്ത് വയ്ക്കും, സ്റ്റാറ്റിക് ഡേറ്റ എടുത്ത് വയ്ക്കും, പിന്നെ നമ്മുടെ സ്റ്റാക്കും ഹീപ്പും വരും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ടാർഗറ്റ് കോഡിൻ്റെ സൈസ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം എടുത്തു വയ്ക്കും, മെമ്മറിയുടെ ഏറ്റവും താഴെ എടുത്തു വയ്ക്കും, ഏറ്റവും ആദ്യം എടുത്തു വയ്ക്കും, നമ്മുടെ ലോവസ്റ്റ് അഡ്രസ്സിൽ നമ്മൾ കോഡിനെ എടുത്തു വയ്ക്കും. എന്നിട്ട് നമ്മൾ സ്റ്റാറ്റിക് ഡേറ്റ എടുക്കും, അതായത് നമ്മളവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഡേറ്റ ഒബ്ജക്ട്സിൻ്റെ വാല്യൂ കമ്പൈൽ ചെയ്യുമ്പോൾ മനസ്സിലാവും, അതിനെയും എടുത്ത് നമ്മൾ കോഡിൻ്റെ അഡ്രസ്സിൻ്റെ മുകളിലേക്ക് എടുത്തു വയ്ക്കും, അടുത്ത അഡ്രസ് ലൊക്കേഷനിൽ എടുത്തു വയ്ക്കും. പിന്നെയാണ് നമ്മുടെ സ്റ്റാക്കും ഹീപ്പും വരുന്നത്. അതായത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സ്റ്റാക്കും ഹീപ്പിൻ്റെയും ഡേറ്റ സ്റ്റോറേജ് നമുക്ക് കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് വേരീസ്. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വേരി ചെയ്യും. അപ്പോൾ സ്റ്റാക്കിലേക്ക് ഡേറ്റ എടുത്തു വയ്ക്കും, ഹീപ്പിലേക്കും ഡേറ്റ എടുത്തു വയ്ക്കും. നമ്മൾ പറഞ്ഞു സ്റ്റാക്കിലേക്ക് എന്തുണ്ടെന്ന് നേരത്തെ പറഞ്ഞു, ആക്ടിവേഷൻ റെക്കോർഡ്സ്, അതായത് നമ്മുടെ ലൈവ് ആക്ടിവേഷൻ റെക്കോർഡ്സ്, പ്രൊസീജിയർ ഹൂസ് എക്സിക്യൂഷൻ നോട്ട് കംപ്ലീറ്റഡ്, അതിൻ്റെ ഡേറ്റ നമ്മൾ സ്റ്റാക്കിലേക്ക് എടുത്തു വയ്ക്കും. ഇനി ഹീപ്പ് എന്ന് പറഞ്ഞാലോ, ഹീപ്പ് ഈസ് ആക്ച്വലി ദ ഡൈനാമിക് അലൊക്കേഷൻ ഓഫ് മെമ്മറി. അപ്പോൾ ഇവിടെ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യങ്ങൾ അനുസരിച്ച് ഡേറ്റാനെ എടുത്തു വയ്ക്കുകയും തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് സ്ട്രക്ചറാണ് ഹീപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കാം. ഒരു ഫാക്ടോറിയലിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ ഫാക്ടോറിയലിൻ്റെ പ്രോഗ്രാമിൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് എ റിക്കേഴ്സീവ് പ്രോഗ്രാം. അപ്പോൾ ഇവിടെ ഞാൻ പറയുവാണ്, ഫാക്റ്റ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമിനെ വിളിച്ചിട്ടുണ്ട്, അവിടെ ഇൻറ്റ് n എന്ന് പറയുന്നൊരു വാല്യൂ ഞാൻ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എപ്പോഴെങ്കിലും 1 ആവുകയാണെങ്കിൽ 1 റിട്ടേൺ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ യു നീഡ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ആസ് റിട്ടേൺ n ഇൻറ്റു ഫാക്റ്റ് ഓഫ് n-1. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഞാൻ ഫാക്ട് 6ൻ്റെ ഒരു ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ വേണ്ടി പാസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇതെങ്ങനെയാണ് ഇത് ഗ്രോ ചെയ്യുന്നത്? ആദ്യം ഇറ്റ് വിൽ ചെക്ക് വെദർ ഇറ്റ് ഈസ് ദ വാല്യൂ ഈസ് 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും, അതിനെ റിട്ടേൺ ചെയ്യും. അല്ല എങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കും, എന്നിൻ്റെ വാല്യൂ 6 ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 6 ആകുമ്പോൾ എന്ത് സംഭവിക്കും, n ഇൻറ്റു 6 ഇൻറ്റു f(5). അപ്പം എന്ത് സംഭവിച്ചു, അത് വീണ്ടും 1 ആയിട്ടില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത എന്നിൻ്റെ വാല്യൂ സ്റ്റാക്കിലേക്ക് എടുത്ത് വെച്ചിട്ട് വീണ്ടും ഈ റിക്കേഴ്സീവ് ഫംഗ്ഷനെ വിളിക്കും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 5 ആണല്ലോ. അപ്പോൾ നോക്കുമ്പോൾ വീണ്ടും നോക്കും എന്നിൻ്റെ വാല്യൂ 4 ആയി. അപ്പോഴും വീണ്ടും 4 ഇൻറ്റു 4-1 വിളിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും നോക്കും എന്നിൻ്റെ വാല്യൂ 3 ആയി. 3 ഇൻറ്റു 3-1 അതായത് 2 ആയി. അപ്പോൾ 2 ഇൻറ്റു 2-1 അപ്പോൾ 1 ആയി. അപ്പോൾ എന്ത് ചെയ്തു, വാല്യൂ റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇതുവരെ അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇടയ്ക്കുള്ള വാല്യൂസിനെല്ലാം അത് എവിടെ എടുത്തു വെച്ചു, അതൊരു ബ്ലോക്ക് ഓഫ് സ്റ്റോറേജിൽ എടുത്തു വെച്ചു. അതിനെ അവസാനം അത് റിട്ടേൺ ചെയ്യും. ഇവിടെ ഹീപ്പിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് വന്നത്, അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും 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 മെമ്മറി ആവശ്യമായി വന്നതുകൊണ്ട് അത് യൂസ് ചെയ്ത സ്റ്റോറേജ് സ്ട്രക്ചറാണ് ഹീപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്ട്രാ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവിനെ അത് അവസാനം ഒരുമിച്ച് റിട്ടേൺ ചെയ്യും. സോ ഇറ്റ് വിൽ റിട്ടേൺ ഫൈനലി ദ വാല്യൂ ആസ് 720. Next is the activation record. Activation record is actually
the information needed by the single execution of the procedure is managed using a contiguous block of storage called activation record or frame. അപ്പോൾ ഒരു പ്രൊസീജിയറിൻ്റെ സിംഗിൾ എക്സിക്യൂഷൻ്റെ സമയത്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എടുത്തു വെക്കുന്ന കണ്ടിന്യൂസ് ബ്ലോക്ക് ഓഫ് സ്റ്റോറേജ് ആണ് ആക്ടിവേഷൻ റെക്കോർഡ്. അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം വരും. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ടെമ്പററീസ്. ടെമ്പററീസ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ. ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന വാല്യൂസിനെയാണ് ടെമ്പററീസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അടുത്തത് ലോക്കൽ ഡേറ്റ. അതായത് ഒരു പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ലോക്കൽ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ലോക്കൽ ഡേറ്റ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ടാവും. ദെൻ സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ്. ഇറ്റ് ഹോൾഡ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദി സ്റ്റേറ്റ് ഓഫ് ദ മെഷീൻ ബിഫോർ ദ പ്രൊസീജിയർ ഈസ് കോൾഡ്. This information includes the value of the PC, machine registers that have to be restored when the control returns from the procedure. അതായത് ഒരു പ്രൊസീജിയർ വിളിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മെഷീൻ്റെ അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് ദ മെഷീൻ ഈസ് സ്റ്റോർഡ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് റിട്ടേൺഡ് ആഫ്റ്റർ ദ കൺട്രോൾ ഈസ് റിട്ടേൺഡ് ഫ്രം ദ പ്രൊസീജിയർ. അപ്പോൾ ഇൻഫർമേഷൻ എന്തൊക്കെ ഉണ്ടാവും? പി സിയുടെ വാല്യൂ, മെഷീൻ രജിസ്റ്റേഴ്സ് അതെല്ലാം റീസ്റ്റോർ ചെയ്യും. Next is the field access link. It is optional. ഒരു non-local data ഏതെങ്കിലും ഒരു അതർ ആക്ടിവേഷൻ റെക്കോർഡ്സിൽ അതിനെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു ആക്ടിവേഷൻ റെക്കോർഡിലുള്ള ഡേറ്റേനെ നമ്മുടെ ആക്ടിവേഷൻ റെക്കോർഡിൽ നിന്നുകൊണ്ട് നമ്മൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസാണ് ആക്സസ് ലിങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അത് ഓപ്ഷണലാണ്, എല്ലാ കാര്യത്തിലും അതുണ്ടാവണം എന്നില്ല. So it is referring to the non-local data which is held in the other activation records. അടുത്തതും ഓപ്ഷണൽ ആണ്, control link which is pointing to the activation record of the caller. Then comes the actual parameters. It is actually used by the calling procedure to supply the parameters to the called procedure. Actual parameters in a value store ചെയ്ത് വെക്കാനാണ്. Then comes the return value which is used by the called procedure to return a value to the calling procedure. Then comes the compile time layout of the local data. Compile time layout of the local dataയുടെ അടിയിൽ നമ്മൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ, നമുക്ക് എത്രത്തോളം സ്റ്റോറേജ് വേണം, ഇൻറ്റിജർ, റിയൽ, ഫ്ലോട്ട് പോലുള്ള ഡേറ്റയ്ക്ക് എത്ര സ്റ്റോറേജ് വേണം, അഗ്രഗേറ്റ് ഡേറ്റ ടൈപ്സ്, അതായത് അറേ, റെക്കോർഡ്, സ്ട്രക്ചർ അങ്ങനെയൊക്കെ ഉള്ള ഡേറ്റ ടൈപ്സിന് വേണ്ടുന്ന എത്രത്തോളം സ്റ്റോറേജ് വേണം എന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻസ് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് കമ്പൈൽ ടൈം ലേഔട്ടിൽ പറയുന്നത്. ദെൻ ഇവിടെ ഒരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡ്രസ്സിങ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഒരു ടാർഗറ്റ് മെഷീൻ്റെ അഡ്രസ്സിങ്ങിനെ സംബന്ധിച്ച് അഡ്രസ്സിങ് കൺസ്ട്രെയിൻസ് മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് വൈ ദ അഡ്രസ്സിങ് കൺസ്ട്രെയിൻസ് ഓഫ് ദ ടാർഗറ്റിംഗ് മെഷീൻ ഈസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ്. ഓക്കെ, താങ്ക് യു.